നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 ശംഖുപുഷ്പങ്ങളാണ്. അതിലൊന്നാമത്തെ ശംഖുപുഷ്പം നീല ശംഖുപുഷ്പവും രണ്ടാമത്തേത് വെള്ള ശംഖുപുഷ്പവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫലം നിങ്ങൾക്ക് അനുയോജ്യമായത് തന്നെ ആയിരിക്കും. എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കുവാനും ജീവിതത്തിലെ കാര്യതടസ്സങ്ങൾ മാറ്റിയെടുക്കുവാനും ഒക്കെ ഇത് നിങ്ങളെ വളരെയധികം സഹായിക്കും. പ്രതിസന്ധികളിൽ നിന്ന് ഉയർച്ചയും അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു വളരെയധികം മാറ്റവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ നീല ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ സാമ്പത്തികമായും മാനസികമായും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക മാനസിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. വളരെയധികം വിനയമുള്ള വ്യക്തികളും വളരെയധികം അധ്വാനശീലരും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വ്യക്തികളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന വ്യക്തികളുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായിട്ടൊക്കെ തന്നെയാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധികളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളെ വിട്ടു പോകാതെ ഇന്നും നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. മുൻപ് വിശ്വസിച്ചിരുന്ന വ്യക്തികളിൽ നിന്ന് വളരെയധികം തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ അവരിൽ നിന്ന് അകൽച്ചയോ അല്ലെങ്കിൽ ഉറപ്പായും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുമെന്നൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവരാവാം നിങ്ങൾ. വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇടപെട്ടു. വളരെയധികം ധനം നിങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നപ്പോൾ അവരെ ഒന്നും കാണാൻ കൂടെയില്ല. അത്രത്തോളം വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളായിട്ടാണ് ഈ ഒന്നാമത്തെ നീല ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഈ സങ്കടങ്ങളും വിഷമങ്ങളും തന്നെയാണ് ഇനി നിങ്ങൾ കാണുന്ന ഈ മാനസിക ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ നയിക്കുന്നത്. അതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഒരല്പം നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വ്യക്തി ജീവിതങ്ങളിൽ വരുന്ന പല വെല്ലുവിളികളും ഒക്കെ നിങ്ങളെ തകർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. നിങ്ങൾ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുടുംബക്ഷേത്രം എന്നത് നിങ്ങൾ മറന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അവിടെ പോവുകയോ ഒന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ട് കാലങ്ങളോളമായിട്ടുണ്ട്. അതൊക്കെ തന്നെയാകാം ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണക്കാരനെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്തരത്തിലുള്ള കഷ്ടങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും കുടുംബക്ഷേത്രം സ്വന്തം കുടുംബക്ഷേത്രം ഒന്ന് ഓർത്തിരിക്കുക. അതിൻ പ്രകാരം ഒരു പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. തടസ്സങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ മാറ്റപ്പെടും. മറ്റൊരു കാര്യം, ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കുക. അടുത്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് സ്വന്തമായി ഭവനമില്ലാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്ന വ്യക്തികളാണ്. വാടക ഭവനങ്ങളിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഒരുപാട് നൈരാശ്യങ്ങൾ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നും കഷ്ടതകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരല്പം സന്തോഷം ലഭ്യമാകുമ്പോൾ അതിനേക്കാൾ ഇരട്ടിയാണ് ജീവിതത്തിൽ ദോഷഫലങ്ങളൊക്കെ വന്നു ഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് കുടുംബക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു നാണയം എടുത്ത് ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് തലയ്ക്ക് ചുറ്റുമൊഴിഞ്ഞ് അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക എന്നതാണ്. ഇത് ഒരു പരിധിവരെ ദോഷങ്ങൾ മാറുവാനായിട്ട് സഹായിക്കും. ഒരു പരിധിവരെ ജീവിതം രക്ഷപ്പെടുവാനും സഹായിക്കും. എന്നാലും കഠിനാധ്വാനവും ആത്മവിശ്വാസവും ദൈവീക ഭക്തിയും ഒരിക്കലും മറന്നു പോകരുത്. ഇനി രണ്ടാമത്തെ ചിത്രമായ വെള്ള ശംഖുപുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. നിലവിലുള്ള ഈ അവസ്ഥ, അതായത് നിങ്ങളിലുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് വിശ്വസിച്ചവരിൽ നിന്നും വാതിലുകൾ അടയുന്ന ഒരവസ്ഥയാണ്. അതായത് കഠിനമായ കുറച്ച് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നുള്ള വഴികൾ അടയപ്പെടുന്നു എന്നുള്ളതാണ്.
പലപ്പോഴും നിങ്ങളുടെ ജീവിതം കൈവിട്ടു പോകുന്ന തരത്തിലുള്ള ഒരു വേദനയും പ്രയാസങ്ങളും ഒക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭാരപ്പെട്ട് നിൽക്കുന്ന സമയം ഒരു ഈശ്വര സഹായം അല്ലെങ്കിൽ ഒരു ഈശ്വരൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ലക്ഷ്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. ഇന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാണെങ്കിൽ നാളെ അത് മാറ്റപ്പെടും. അതുപോലെ എപ്പോഴും ജീവിതം അവസാനിപ്പിച്ചു കളയാം എന്നൊക്കെ തീരുമാനിച്ച വ്യക്തികളാണ്. എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ജീവിതത്തിൽ എപ്പോഴും കഠിനതകളാണ്, പ്രയാസങ്ങളാണ്. അതൊക്കെ നേരിട്ട് മുന്നോട്ട് വരിക. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മക്കളെക്കുറിച്ചൊക്കെ വളരെയധികം നിരാശപ്പെടുന്ന മാതാപിതാക്കളാണ്. അതുപോലെ ഒരു കുടുംബജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്കും ഭർത്തൃ മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ ഭാര്യ മാതാപിതാക്കളായിട്ടോ ഒക്കെ വളരെയധികം സ്വരച്ചേർച്ചകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് ഒതുക്കാൻ കഴിയാതെ വളരെയധികം പ്രയാസപ്പെടുന്ന വ്യക്തികളാണ്. ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ചകൾ, സന്താന ലഭ്യതയിലുണ്ടാകുന്ന കുറച്ചധികം പ്രയാസങ്ങൾ, ഒരു ഭവനമില്ലാത്തതിൻ്റെ വിഷമതകൾ, കടഭാരം, രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ നിരാശയുടെ പട്ടിക നീണ്ടു പോകുന്ന സാഹചര്യമാണ്. അപ്പോഴും ആത്മധൈര്യം കൈവിടരുത്. എനിക്കത് സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് തടസ്സങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മാതാപിതാക്കളിൽ നിന്നോ മക്കളിൽ നിന്നോ ഒക്കെ അനുഭവിക്കുന്ന കുറച്ച് വേദനകൾ. എന്നാൽ അവരെ കുറച്ച് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ പീഡനങ്ങൾക്ക് ഒരു ആശ്വാസം ലഭ്യമാകും. അതുപോലെ തന്നെ കുടുംബത്തിനകത്ത് തന്നെ ചില പൊട്ടിത്തെറികൾ, എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിഞ്ഞാലും അതെല്ലാം മറന്നു പോകുന്ന പങ്കാളി, അങ്ങനെയൊക്കെ ജീവിതത്തിൽ വളരെയധികം ഒരു കടഭാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദുഃഖത്തിൻ്റെ, ഒരു കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളെയൊക്കെ വഹിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടാനുഭവങ്ങളായിട്ടാണ് നിങ്ങളിതിനെ വിലയിരുത്തുന്നത്. സ്വന്തമായി നിൽക്കുവാനോ അല്ലെങ്കിൽ സ്വന്തം ഭവനമെന്ന് പറയുവാനോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുവാനും അതിലൊക്കെ കയറി ചെല്ലുവാനും ഒന്നും അവകാശമില്ലാതെ കിടക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. സഹോദരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സഹോദര ജീവിതങ്ങളിൽ നിന്നൊക്കെ വളരെയധികം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നുണ്ട്. മക്കൾക്ക് ഒരു നല്ലൊരു ദാനം നൽകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ ഭാവി ജീവിതമോ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ ഇങ്ങനെ ഒന്നും നൽകുവാനായിട്ട് കഴിയാതെ പ്രയാസപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ദുരാവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് കഴിയും. ക്ഷമാപൂർവം വരുന്ന ഒരു 8 മാസക്കാലം കാത്തിരുന്നേ മതിയാവൂ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അതിനെ ഒരിക്കലും നിർത്തരുത്. ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഉയരങ്ങൾ കൈവരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.